ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നാടൻ മട്ടൺ റോസ്റ്റാണ്. വളരെ ടേസ്റ്റിയായ ഈ മട്ടൺ റോസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ഇതുപോലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിടാം. മിക്സിയിൽ വേഗം അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉപ്പും വിനാഗിരിയും ഒഴിച്ച് കഴുകിയെടുത്തതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 2-3 ചെറിയ അല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് മസാലകൾ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. ഓരോ മട്ടൻ്റെ അനുസരിച്ചും കുക്കറിൻ്റെ അനുസരിച്ച് അല്പം വ്യത്യാസം വരും. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. പിന്നെ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോൾ ആദ്യം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ മസാലകളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തത് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായി കുഴഞ്ഞു വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ 3 വിസിൽ വേണ്ടി വന്നു. 3 വിസിൽ കൊണ്ടാണ് വെന്ത് കിട്ടിയത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മസാലകളെല്ലാം മട്ടനിലേക്ക് നന്നായി പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കെടുത്ത് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ആവശ്യത്തിന് വെള്ളം ഉള്ളത് കൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വയ്ക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടിയാണ് ഇഷ്ടമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം. അല്ല കുറച്ചുകൂടി ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണിത്. ഞാൻ ഫ്ലെയിം അല്പം കൂട്ടി വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി അവസാനമായിട്ട് നമുക്ക് അല്പം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഒരു അല്പം കുരുമുളക് പൊടി കൂടി തൂവി കൊടുത്താൽ നല്ലതാണ്. എനിക്കിത് ഓൾറെഡി നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് ഈ മട്ടൻ കറി. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.